नमस्ते बच्चे, आज हम मीरा के पद पढ़ने के लिए जा रही है. ഇന്ന് നമ്മൾ മീരാബായിയുടെ പദാണ് പഠിക്കാൻ പോകുന്നത്. പ്രസ്തുത കാവ്യമേ ദോ പദ് ഹെ. ഈ തന്നിരിക്കുന്നതിൽ 2 പദാണ് ഉള്ളത്. പ്രസ്തുത പാട് മീരാബായി ഹെ. मीराबाई का जन्म जोधपुर के चौकड़ी गांव में 1503 में हुआ. മീരാബായിയുടെ ജനനം 1503 जोधपुर चौकड़ी गाँविलाना. उनका जीवन बहुत व्यथा में बीता था, इसलिए घर परिवार छोड़कर श्री कृष्ण में लीन हो गई थी. നമ്മുടെ മീരാബായിയുടെ ജീവൻ വളരെ ദുഃഖകരമായിട്ടുള്ള ജീവിതമായിരുന്നു. അത് കാരണം കൊണ്ട് ഫാമിലിയൊക്കെ ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണനിൽ ഭക്തി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. उनकी भाषा राजस्थानी, व्रज और गुजराती मिश्रण है. മീരാബായിയുടെ ഭാഷ രാജസ്ഥാനി, വ്രജം और ഗുജറാത്തി മിശ്രണമാണ്. അതുപോലെ പഞ്ചാബി ഘടി പോലെ ഈ ഭാഷകളിൽ പദ് എഴുതിയിട്ടുണ്ട്. പ്രസ്തുത പാഠ में 2 पद है. പഹല പദ് में ആദ്യ പദത്തിൽ ശ്രീകൃഷ്ണനോട് തൻ്റെ എല്ലാ ദുഃഖങ്ങളും തീർത്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. दूसरा पद में दूसरा पदത്തിൽ श्रीकृष्ण रूप का वर्णन करता है और श्री कृष्ण चाकरी बनने की इच्छा प्रकट करती है. श्री कृष्ण के मिलन इच्छा करती है. ശ്രീകൃഷ്ണൻ്റെ ദാസിയാവാനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ രൂപസൗന്ദര്യത്തെ പറ്റിയും ശ്രീകൃഷ്ണനിലേക്ക് എത്തിച്ചേരാനും ശ്രീകൃഷ്ണൻ്റെ ദർശനം നേടാനുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് 2-ാം പദത്തിൽ. ഓക്കെ, നമുക്ക് ഇനി ആദ്യത്തെ പദിലേക്ക് പോവാം. ഹരി ആപ്പ് ഹരോ ജനരി ബീർ, ദ്രൗപദി രി ലാജ് രാഖി ആപ്പ് ബഡയോ ധീർ, ഭഗത് കരൺ രൂപ നരഹരി ധരയോ ആപ്പ് ശരീർ, ബൂഢഥോ ഗജരാജ് രാഖിയോ കാട്ടി ഘുഞ്ചർ പീർ, ദാസി മീര ലാൽ ഗിരിധർ ഹരി മാരി ബീർ. ഇവിടെ ഹരി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെയാണ് പറയുന്നത്. ഹരോ പറഞ്ഞാൽ ഇല്ലാതാക്കുക. ജൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ, ബീർ പറഞ്ഞ വേദന. അപ്പോൾ ഹരി ആപ്പ് ഹരോ ജനരേ ബീർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ശ്രീകൃഷ്ണൻ അല്ലേ? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും അല്ലേ, എല്ലാ ഭക്തന്മാരുടെയും ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനിവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ആരുടെയൊക്കെയാണ് ദുഃഖങ്ങൾ ശ്രീകൃഷ്ണൻ ഇല്ലായ്മ ചെയ്തതെന്ന് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. ദ്രൗപദി രി ലാജ് രാഖി ആപ്പ് ബഡയോ ധീർ, ഭഗത് കാരൻ രൂപ ദ്രൗപദി രി ലാജ് രാഖി ആപ്പ് ബഡയോ ധീർ. എന്താ? ദ്രൗപദിയുടെ മാനം അല്ല, മാനം രക്ഷിച്ചത് ശ്രീകൃഷ്ണനായിരുന്നു. അതായത് കൗരവ സഭയിൽ വെച്ച് നമ്മൾ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ നമ്മുടെ ദ്രൗപദി ശ്രീകൃഷ്ണനെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ദ്രൗപദിയെ രക്ഷിക്കുന്നതിനായി ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്തതെന്നറിയോ? ഓരോ തവണ ആ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ ഓരോ തവണ ആ വസ്ത്രത്തിൻ്റെ നീളം കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവരുടെ മാനം രക്ഷിച്ചു അല്ലേ. അതുപോലെ ഭഗത് ഖരൻ രൂപ നരഹരി ധരയോ ആപ്പ് ശരീർ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഭഗത് ഹരോ എന്ന് പറയുന്നത് ഹിരണ്യകശിപുവിൻ്റെ മകനായ പ്രഹ്ലാദൻ അല്ലേ. പ്രഹ്ലാദനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പോൾ പ്രഹ്ലാദൻ ശ്രീകൃഷ്ണനോട് ഭയങ്കര ഭക്തിയുള്ള ആളായിരുന്നു അല്ലേ. അപ്പോൾ എന്നാൽ പ്രഹ്ലാദൻ്റെ അച്ഛനായ ഹിരണ്യകശിപുവിന് ശ്രീകൃഷ്ണനോട് ഭക്തിയില്ലാണ്ടായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്താ വെച്ചാൽ ഞാനാണ് എല്ലാം അല്ലേ, സ്വയം ഈശ്വരനായിട്ട് വിചാരിച്ചു. അതുപോലെ മനുഷ്യന്മാർക്ക് വേറെ ആർക്കും ഇദ്ദേഹത്തിനെ കൊല്ലാൻ പറ്റില്ല. അങ്ങനെ ശ്രീകൃഷ്ണൻ അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇത് കണ്ട് പ്രഹ്ലാദൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ്. ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ച് ശ്രീകൃഷ്ണൻ നരഹരി, അതായത് മനുഷ്യൻ്റെയും അതുപോലെ സിംഹത്തിൻ്റെയും രൂപം അവതരിച്ച് നമ്മുടെ ഹിരണ്യകശിപുവിനെ കൊന്നിട്ട് നമ്മുടെ പ്രഹ്ലാദനെ രക്ഷിക്കുകയാണ്. അതുപോലെ ബൂഢാഥോ ഗജരാജ് രാഖിയോ കാട്ടി ഖുഞ്ചർ പീർ ദാസി. ബൂഢാപ്പോ ഗജരാജ് എന്ന് പറയുന്നത് ഐരാവതം അല്ലേ. ആ ഐരാവതം കാട്ടി ഖുഞ്ചർ പീർ എന്ന് പറയുന്നത് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങുന്ന ആ സമയത്ത് ഖുഞ്ചർ ആ മുതലയിൽ നിന്ന് രക്ഷിച്ചത് നമ്മുടെ ശ്രീകൃഷ്ണൻ. ഐരാവതത്തെ രക്ഷിച്ചത് ശ്രീകൃഷ്ണനായിരുന്നു.
ദാസി മീര ലാൽ ഗിരിധർ ഹരോ മാരി ബീർ. അതുപോലെ അങ്ങയുടെ ദാസിയാണ് ഞാൻ, അതുപോലെ എൻ്റെ ദുഃഖങ്ങളും അല്ലയോ ശ്രീകൃഷ്ണ, എൻ്റെ ദുഃഖങ്ങളും ഇതുപോലെ തീർത്തു തരണമെന്ന് നമ്മുടെ മീരാബായി ശ്രീകൃഷ്ണനോട് അപേക്ഷിക്കുകയാണ്. മനസ്സിലായി? ഇതാണ് നമ്മുടെ മീരാബായി പദത്തിലെ ആദ്യത്തെ പദ്. അടുത്ത ക്ലാസ്സിൽ ദൂസര പദ് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.